തീർച്ചയായിട്ടും അതൊക്കെ പാടി കേൾക്കുമ്പോൾ ഉള്ള ഒരു അന്നത്തെ കാലത്തൊക്കെ ഇപ്പം എംബിഎസിൻ്റെ കാന്തമൃദുല, അതുപോലെ വീണേ വീണേ വീണക്കുഞ്ഞേ, ഇങ്ങനെയുള്ള പാട്ടുകൾ, ജാനകിയമ്മയുടെ പാട്ടുകൾ കേൾക്കുമ്പോൾ ഓരോ പാട്ടും നമ്മുടെ കോരിത്തെരിപ്പിക്കുന്ന പാട്ടുകളാണ്. അത് അക്കാലത്ത് നമ്മൾ കേൾക്കുമ്പോഴും ഇപ്പോൾ കേൾക്കുമ്പോഴും ഒക്കെ നമുക്കൊരു ഒരു 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 എന്താ പറയുക, എന്താ പറയുക, ഒരു പെർഫെക്ഷനിസ്റ്റാണ്. പല സംവിധായകരുടെ കൂടെയും പല സംഗീത സംവിധായകരോടൊപ്പം പാടുകയും അതുകൊണ്ട് തന്നെ അവരുടെയൊക്കെ ആ ഒരു ഇത് മനസ്സിലാക്കുകയും ഇപ്പം പാടിക്കൊടുക്കാൻ കഴിവുള്ള മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ ദക്ഷിണാമൃതസ്വാമി പോലെ, അല്ലെ ദേവരാം മാഷോ, അല്ലെങ്കിൽ നമ്മുടെ പിന്നെ ബാബുക്കെ പോലെയൊക്കെ ഉള്ള മ്യൂസിക് ഡയറക്ടേഴ്സ് പാടിക്കൊടുത്ത് അതിന് എന്താ പറയുക, അതേ സംഗതികളൊക്കെ പാടി അതിന് ജീവൻ, ജാനകിയമ്മയുടെ ശബ്ദത്തിലൂടെ വരുമ്പോൾ അതിനൊരു ജീവൻ കൈവരുന്നു. ആ ഭാവം അതൊന്ന്. പിന്നെ അതിൻ്റെ ഒരു ഔട്ട്ലൈൻ മാത്രം പറഞ്ഞു കൊടുത്ത് ജാനകിയമ്മയുടെ സ്വന്തം ചില കാര്യങ്ങൾ അതിനകത്ത് വരുമ്പോൾ അത് വേറൊരിത്. ഇങ്ങനെ ഈ ഒരു ലൈഫ് സ്പാനിൽ എത്ര തരം, തമിഴാണെങ്കിലും ശരി, ഹിന്ദി ആണെങ്കിലും ശരി, എത്ര ഭാഷകളിലൂടെ എത്ര സംഗീത സംവിധായകരുടെ കീഴിൽ പാടി ആ പാട്ടുകൾക്കൊക്കെ ഒരു ജീവൻ വരുമ്പോൾ ആ ജീവിതത്തിൽ എന്തൊരു ധന്യതയാണെന്ന് ഞാൻ ആലോചിക്കുന്നത്. കാരണം അത്രയധികം നമുക്കൊരു മനസ്സിൽ ചിന്തിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു കോൺട്രിബ്യൂഷൻ. നമ്പർ ഓഫ് സോങ്സ് മാത്രമല്ല, നമ്പർ ഓഫ് സോങ്സും അതിനോടൊപ്പം അതിന് ഓരോ പാട്ടിനും ജീവൻ ഉള്ള പാട്ടുകൾ, അതിലൊന്നും പാഴായിട്ടുള്ളൊരു പാട്ടുമില്ല എന്നുള്ളതാണ് ജാനകിയമ്മയെ സംബന്ധിച്ചോളം അവർ പറയാനുള്ള ഏറ്റവും. കാരണം ക്ലാസിക്കൽ ബേസ്ഡ് സോങ് ആയാലും ശരി, ഒരു ഫോക്ക് ആണെങ്കിൽ ശരി, നല്ല സിമ്പിൾ. ഇപ്പോൾ തളിരിട്ട കിനാക്കൾ എന്നൊക്കെ പറയുന്ന എത്ര ഭാവസാന്ദ്രമായ സിമ്പിൾ സോങ്ങാണ് നമുക്ക് ഒരു പക്ഷേ തോന്നാം. പക്ഷെ അതിൽ നമ്മൾ അറ്റംപ്റ്റ് ചെയ്യുമ്പോഴാണ് ജാനകിയമ്മ കൊടുത്തിട്ടുള്ള ആ ഭാവങ്ങൾ നമുക്ക് വരാനായിട്ടുള്ളൊരു എത്രമാത്രം കാഠിന്യം ഉണ്ട് എന്നുള്ള അപ്പോഴാണ് മനസ്സിലാക്കുക. അപ്പം അത്ര അയത്ന ലളിതമായിട്ടാണ് ഓരോ പാട്ടും വെറും അരമണിക്കൂറും 3/4 മണിക്കൂർ കൊണ്ട് പാടി തീർത്ത് വെളിയിലിറങ്ങുന്നത്. അതൊക്കെ ഒരു മനുഷ്യനെ കൊണ്ട് സാധിക്കാവുന്നൊരു കാര്യമല്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ എന്താ പറയുക, സരസ്വതിയുടെ ഒരു അവതാരമായിട്ടോ അല്ലെ നമ്മൾ സംഗീതത്തിൻ്റെ ഒരു ഉപാസിക്കുന്ന ഒരു വ്യക്തിയായിട്ടൊക്കെ നമ്മൾ പൂജിച്ചു പോകുന്നത്, മനസ്സുകൊണ്ട് നമ്മൾ ആരാധിച്ചു പോകുന്നത്. അതുകൊണ്ടാണ് അവരുടെ ആ ഒരു സിദ്ധി, ആ സിദ്ധി വൈഭവത്തിനെ നമ്മൾ അതിനൊരു അതിരില്ലാത്ത തരത്തിലുള്ള, എന്നാൽ ആ അത്രയും സിദ്ധിയുള്ള ഒരാളുടെ എളിമ ഉള്ള ആ സ്വഭാവമാണ്, പെരുമാറ്റമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ അത് അറിവ് വരുംതോറും തല കുനിയുന്ന ഒരു വ്യക്തിയായിരുന്നു ജാനകിയമ്മ എന്നുള്ള ആ ഒരു ഗായിക എന്ന് പറയുന്ന ആ ഒരു നമ്മുടെ മനസ്സിലുള്ള ചിത്രം അതാണ്. ഒരു കുറിയൊക്കെ തൊട്ട് പ്രത്യേകിച്ചും ഈ വയസ്സുകാലത്ത് കാണുമ്പോഴുള്ള ഒരു ചൈതന്യവും അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമുക്കറിയാം ഒരു സംഗീതക്കാരന് എന്നുള്ളതിൽ നമുക്കറിയാം എത്രമാത്രം ധന്യമായ നിമിഷങ്ങളാണ് ഒരു ഗായകനുണ്ടായിരിക്കുക എന്നുള്ളത്. അത് വേണ്ടുവോളം അത് എല്ലാ പാട്ടിലും ആ ഒരു നിർവൃത്തി ജാനകിയമ്മ അനുഭവിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ജാനകിയമ്മയുടെ ഊർജവും. കാരണം സംഗീതത്തിലൂടെയാണ് നമുക്ക് നല്ല ഗാനങ്ങൾ പാടുമ്പോഴാണ് നമുക്ക് ഊർജം ലഭിക്കുക. അത് ജാനകിയമ്മയുടെ എനിക്ക് തോന്നുന്നു 88 വർഷത്തോളം ഉള്ള ആ ഒരു ജീവിതത്തിൽ 60-ൽ പരം വർഷങ്ങൾ സംഗീതത്തിൽ മുഴുകി ജീവിക്കുക എന്ന് പറയുന്നതിൽ പരം ധന്യമായ ഒരു കാര്യമില്ല. ഒരിക്കലും വാക്കുകളുണ്ട് വർണ്ണിക്കാനോ ഒന്നും പറ്റില്ല. നമുക്ക് നമ്മുടെ ചുരുങ്ങിയ ചില വൊക്കാബുലറി വെച്ച് ജാനകിയമ്മയുടെ ഭാവത്തെപ്പറ്റിയും ശുദ്ധിയെപ്പറ്റിയും കണ്ഠശുദ്ധിയെപ്പറ്റിയൊക്കെ നമുക്ക് പറയാമെന്നല്ലാണ്ട് അത് കണ്ണടച്ച് അനുഭവിച്ച് ആസ്വദിച്ച് കേൾക്കേണ്ട ഒന്ന് തന്നെയാണ്. അത് എക്കാലത്തെയും മെലഡീസും ഒക്കെ തന്നെയാണത്. അതിന് നമ്മൾ ഭാഗ്യവാന്മാരാണ്. ആ ഒരു കാലഘട്ടത്തിൽ ജീവിക്കാൻ സാധിച്ചത് തന്നെ വലിയൊരു ഭാഗ്യം തന്നെയാണ്. നേരത്തെ സൂചിപ്പിച്ച മാതിരി പിന്നെ സുശീലാമ്മയുടെ കാര്യം പറഞ്ഞു. പക്ഷേ എന്നെ സംബന്ധിച്ചോളം ജാനകിയമ്മയുടെ ഭാവം എന്ന് പറയുന്നത് ആണ് ഏറ്റവും അധികം മുന്തി നിൽക്കുന്ന ഒന്ന്. അത് പലപ്പോഴും പല സംവിധായകരുടെയും കേൾക്കുമ്പോൾ അവരുടെ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യങ്ങൾ എത്രയോ 10 മടങ്ങാണ് വെളിയിലോട്ട് വരുന്നത്.
അത് എന്തൊരു സിദ്ധിയാണെന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല. നമ്മൾ കണ്ടു നിൽക്കാൻ സാധിച്ചിട്ടുണ്ട് ഞാൻ കുറച്ച് പാട്ടുകൾ. അപ്പോഴൊക്കെ ഈ നിശ്ചലമായ ഒരു പാട്ടുകാരൻ പാടുക എന്ന് പറയുന്നത് അസാധ്യമായ കാര്യമാണ്. വെറും യാതൊരു ഭാവവും മുഖത്തില്ലാണ്ട് സംഗീതത്തിൽ പാട്ടിന് ഭാവം കൊടുക്കുക എന്ന് പറയുന്നത് വലിയൊരു ഒരു കാര്യമാണ്. ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. നമ്മളൊക്കെ പാടുമ്പോഴേക്ക് എന്തെങ്കിലുമൊക്കെ മുഖത്ത് ഭാവം വരും, ഈ ഘോഷികളൊക്കെ വരും. പക്ഷേ ഇതൊന്നുമില്ലാതെ പച്ചയായിട്ട് നിന്ന് പാടുക എന്ന് പറയുന്നത് വലിയൊരു ഒരു സിദ്ധി തന്നെയാണ്.